35 വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിനു മുകളിൽ വെച്ച് കാണാതായ വിമാനം ഒരു സുപ്രഭാതത്തിൽ വിമാനത്താവളത്തിന്റെ റൺവേയിൽ ലാൻഡ് ചെയ്യുന്നു. കേൾക്കുമ്പോൾ കെട്ടുകഥയെന്ന് പറഞ്ഞ് ചിലർ തള്ളിക്കളയുമെങ്കിലും സംഭവം സത്യമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നതെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചാ വിഷയമാണ്. കാർ ഫാക്ടറിയുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ സംഭവം സത്യമാണോ മിഥ്യയാണോ എന്നുള്ള കാര്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടായേക്കാം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് പോകാം. വർഷം 1989 ഒക്ടോബർ മാസത്തിലെ 12-ാം തീയതിയായിരുന്നു അന്ന്. ബ്രസീലിലെ പോർട്ടോ അലഗ്രി എയർപോർട്ടിനു മുകളിലൂടെ ഒരു അജ്ഞാത വിമാനം വട്ടമിട്ട് പറക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളറുടെ ശ്രദ്ധയിൽപ്പെട്ടു. അധികം വൈകാതെ വിമാനം എയർപോർട്ടിലെ റൺവേയിൽ വിജയകരമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ആ അജ്ഞാത വിമാനം ഏതാണെന്നറിയാനുള്ള കൗതുകത്തോടെ വിമാനത്താവളത്തിലെ ജീവനക്കാർ അങ്ങോട്ടേക്കോടി. 1956 പ്രവർത്തനം നിലച്ച സാന്റിയാഗോ എയർലൈൻസിന്റെ ഒരു വിമാനമായിരുന്നു അതെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നാൽ 33 വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ച ആ വിമാനം എവിടുന്ന് വന്നു, എന്തിനു വന്നു എന്നുള്ള കുറേ ചോദ്യങ്ങൾ അവരുടെ മനസ്സിലെത്തി. ഏതായാലും അകത്തുകയറി പരിശോധിക്കാമെന്ന് വിചാരിച്ച് വിമാനത്തിന്റെ വാതിൽ തുറന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അകത്തെ കാഴ്ച കണ്ട് അവർ ഭയന്നു വിറക്കാൻ തുടങ്ങി. 88 യാത്രക്കാരുടെയും 4 ജീവനക്കാരുടെയും ഉൾപ്പെടെ 92 പേരുടെ അസ്ഥികൂടങ്ങൾ അതത് സീറ്റുകളിൽ ഇരിക്കുന്നു. പൈലറ്റ് വിമാനത്തിന്റെ കൺട്രോളിൽ കൈവച്ച് സീറ്റ് ബെൽറ്റോടുകൂടി കോക്പിറ്റിനുള്ളിലെ സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അയാളും അസ്ഥികൂടം തന്നെ. ഹൃദയം മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. പിന്നീട് വിശദമായ അന്വേഷണത്തിനൊടുവിൽ എയർപോർട്ട് അധികൃതർ ആ വിമാനം ഏതാണെന്ന് കണ്ടെത്തി. 35 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ സാന്റിയാഗോ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 513 എന്ന വിമാനമായിരുന്നു അത്. 1954 സെപ്റ്റംബർ 4 ജർമ്മനിയിലെ ആഹനിൽ നിന്നും ബ്രസീലിലെ പോർട്ടോ അലഗ്രിയിലേക്കാണ് സാന്റിയാഗോ ഫ്ലൈറ്റ് 513 ടേക്ക് ഓഫ് ചെയ്തത്. 18 മണിക്കൂറായിരുന്നു വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ ആവശ്യമായിരുന്ന സമയം. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് വിമാനം അപ്രത്യക്ഷമായി. തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഒടുവിൽ വിമാനം കടലിൽ തകർന്നു വീണ് യാത്രക്കാരെല്ലാം മരിച്ചിരിക്കാമെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. അന്ന് കാണാതായ ആ വിമാനമാണ് 35 വർഷങ്ങൾക്ക് ശേഷം പോർട്ടോ അലഗ്രിയിൽ തന്നെ ലാൻഡ് ചെയ്തത്. എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും അസ്ഥികൂടമായി മാറിയിരിക്കുന്നു. 1989 നവംബർ 14 ദ വീക്ക്ലി വേൾഡ് ന്യൂസ് എന്ന ടാബ്ലോയിഡാണ് ഈ വിചിത്ര സംഭവം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രസീലിയൻ ഭരണകൂടം ഉത്തരവിട്ടെങ്കിലും പിന്നീട് സംഭവത്തെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഇത് വ്യാജവാർത്തയാണെന്നാണ് ഒരു കൂട്ടം ആളുകൾ ആരോപിക്കുന്നത്. ആളുകളുടെ ശ്രദ്ധ നേടാൻ ടാബ്ലോയിഡ് ആസൂത്രണം ചെയ്ത വെറും കെട്ടുകഥയാണിതെന്നും പറയപ്പെടുന്നു. 1954 സാന്റിയാഗോ ഫ്ലൈറ്റ് കാണാതെയായതിനെപ്പറ്റിയും വ്യക്തമായ തെളിവുകളില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ സംഭവം യാഥാർത്ഥ്യമാണ് എന്നാണ് വിവരങ്ങൾ. ദുരൂഹത നിറഞ്ഞ ആ വിമാന ലാൻഡിംഗ് എങ്ങനെ സംഭവിച്ചു എന്ന് ഇതുവരെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ വിമാനം ഇത്രയും കാലം എവിടെയായിരുന്നു? വിമാനത്തിലുള്ളവർ വെറും അസ്ഥികൂടം ആണെന്നിരിക്കെ ആരാണ് വിമാനം പറത്തിയത്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സംഭവം നടന്ന് ഇത്രയും വർഷങ്ങൾക്കു ശേഷവും ഉത്തരം കിട്ടാതെ പലരുടെയും മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. സാന്റിയാഗോ 513യും അതിലെ യാത്രക്കാരായ അസ്ഥികൂടങ്ങളും ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ്.